ഇതുപോലുള്ള DVD ഡിസ്കുകളും അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ഇതെങ്ങനെയാണ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് OTG സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഈ കാണുന്ന പോലത്തെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റീഡറാണ്. അപ്പോൾ ഈ കാണുന്ന ഈ റീഡർ ഇത് ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതിന് 1000 രൂപയാണ് ആയത്. ഈ റീഡറും ഇതിൻ്റെ കൂടെ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററും പിന്നെ ഒരു USB കേബിളുമാണ് കിട്ടുന്നത്. അതുപോലെ ഈ റീഡറിൽ സാറ്റ കണക്ടറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ് ഡിസ്ക് മുതൽ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഹാർഡ് ഡിസ്ക് വരെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ റീഡർ മേടിക്കാൻ കിട്ടും, USB പവറിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ റീഡറിൽ നമുക്ക് ഇതുള്ള വലിയ ഹാർഡ് ഡിസ്ക് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വലിയ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യണമെങ്കിൽ 12 വോൾട്ട് പവർ സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള 12 വോൾട്ടിൻ്റെ റീഡർ മേടിച്ചാണ് എല്ലാം വർക്ക് ചെയ്യുള്ളൂ. ഈ കാണുന്നതാണ് പവർ ഓൺ സ്വിച്ച്. ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിലാണ് 12 വോൾട്ട് 2 ആംപിയർ പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. ഇതിനുള്ള ഈ കാണുന്ന ഈ USB സോക്കറ്റ് ഇത് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം, അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു ഡാറ്റ കേബിൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ടർ നമുക്ക് നേരിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് OTG കണക്ടർ മേടിക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ റീഡറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുകയാണ് 12 വോൾട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. ഈ ഒരു റീഡറിൽ കണക്ട് ചെയ്തേക്കുന്ന ഡാറ്റ കേബിൾ നമ്മൾ ഈ ഒരു ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാർഡ് ഡിസ്കിലെ എല്ലാ ഡ്രൈവും ഇതിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്കിലെ എല്ലാ ഫയലുകൾ കോപ്പി ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാൻ എല്ലാം കഴിയും. അതുപോലെ ഹാർഡ് ഡിസ്കിൽ പുതിയ ഫയലുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഹാർഡ് ഡിസ്കിലെ 2 ഡ്രൈവ് എററാണ്. അതിൽ ഫോണിൽ ഇതുപോലെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ഡ്രൈവും ഇജക്റ്റ് കൊടുത്തിട്ട് മാത്രമാണ് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യാവുള്ളൂ. ഈ ഒരു ഹാർഡ് ഡിസ്കിൽ വേറെ ഡാറ്റയൊന്നുമില്ല, വിൻഡോസ് ഫയലുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ആക്കിയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും പെൻഡ്രൈവിലൊക്കെ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ എല്ലാം പറ്റും. ഫോട്ടോസും പാട്ടുകളും അതുപോലെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹാർഡ് ഡിസ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് DVD ഡിസ്ക് ഇത് ഫോണിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഈ കാണുന്ന പോലത്തെ ഒരു DVD ഡ്രൈവ് ആവശ്യമാണ്. ഇത് കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന DVD ഡ്രൈവ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ CD-യിലുള്ള ഫയലുകൾ നമുക്ക് കോപ്പി ചെയ്യാനും പ്ലേ ചെയ്യാനും മാത്രമാണ് പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് പുതിയ ഫയലുകളൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹാർഡ് ഡിസ്കിലുള്ള പോലെ തന്നെ സാറ്റ കണക്ടറാണ് DVD ഡ്രൈവിലും വരുന്നത്. അപ്പോൾ ഈ DVD ഡ്രൈവിൻ്റെ ഈ ഒരു കണക്ടറിലേക്ക് നമുക്ക് റീഡറിൻ്റെ കണക്ടർ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റീഡറിൽ നിന്നും ഈ ഒരു ബോർഡ് റിമൂവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു റീഡർ ബോർഡിൻ്റെ കണക്ടർ ഇത് DVD ഡ്രൈവിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് അതേപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഫോണിൽ കണക്ട് ചെയ്ത്. ഞാൻ ഈ DVD ഡ്രൈവിൽ ഒരു ഓഡിയോ CD ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോണുമായിട്ട് നമ്മൾ ഈ ഒരു റീഡർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ DVD ഡ്രൈവ് ഇതുപോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ ഡിസ്കിലുള്ള ഫയലുകളെല്ലാം കാണാനും കോപ്പി ചെയ്യാനെല്ലാം പറ്റും. ഇതിൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് CD-യിലേക്ക് ഫയലുകളൊന്നും റൈറ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റില്ലാത്തുള്ളൂ. അതുപോലെ സിനിമയുടെയൊക്കെ ഡിസ്ക്കാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഫോണിൽ എല്ലാം ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. സിനിമയൊക്കെ കൂടുതലായിട്ട് CD-യിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഡാറ്റ ഫോർമാറ്റിലാണ്. അപ്പോൾ വീഡിയോ കൺവേർട്ടർ ഉപയോഗിച്ചത് MP4-ലേക്ക് കൺവേർട്ട് ചെയ്തെങ്ങനെയാണ് ഫോണിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെ ഹാർഡ് ഡിസ്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കറണ്ട് പോകാനൊന്നും പാടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് എറർ ആവും. അതുപോലെ ഹാർഡ് ഡിസ്കിലെ ഓരോ ഡ്രൈവും ഇജക്റ്റ് കൊടുക്കാതെ റിമൂവ് ചെയ്യാനും പാടില്ല ഡാറ്റ കേബിൾ. അപ്പോൾ ഇതുപോലുള്ള റീഡർ മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.